തിരുവനന്തപുരം വെമ്പായത്ത് മദ്യപ സംഘങ്ങൾ ഏറ്റുമുട്ടി 2 പേർക്ക് ഗുരുതര പരിക്ക്. പരസ്പരം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി 5 പേർക്ക് പൊള്ളലുമേറ്റു. ബാറിന്റെ ഉൾഭാഗം ഭാഗികമായി കത്തിനശിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. പൊള്ളലേറ്റ 5 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വെമ്പായത്തുള്ള ബാറിലാണ് കഴിഞ്ഞ രാത്രി 9 മണിയോടെ 2 സംഘങ്ങൾ തമ്മിൽ മദ്യപിച്ച് വാക്കുതർക്കമുണ്ടായത്. ഈ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. അതിനിടെയാണ് ഈ തർക്കത്തിൽ ഉൾപ്പെട്ട ഒരാൾ കൈവശം കരുതിയിരുന്ന പെട്രോൾ എടുത്ത് മറു സംഘത്തിന് നേരെ ഒഴിച്ചത്. 5 പേരുടെ ശരീരത്തിൽ പെട്രോൾ വീണു. ശേഷിച്ച പെട്രോൾ താഴെ ബാറിനുള്ളിലേക്കും പതിക്കുകയായിരുന്നു. പിന്നീട് തീ കൊളുത്തി അങ്ങനെ 5 പേർക്ക് പരിക്കേൽക്കുന്ന പൊള്ളലേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബാറിൻ്റെ ഉൾവശത്തെ ഒരു ഭാഗവും ഏറെക്കുറെ കത്തിയ നിലയിലാണ്. ബാർ ജീവനക്കാരും പോലീസും ചേർന്നാണ് ഇവിടെ നിന്ന് ഈ തീ അണയ്ക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഏകോപിപ്പിച്ചത്. എന്തായാലും വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ നില, അതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഒടുവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. രാവിലെ 11 മണിക്ക് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 4 ജഡ്ജി കെന്നത്ത് ജോർജാണ് ശിക്ഷ വിധിക്കുക. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ആഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. ഇയാൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രായം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ നൽകരുത് എന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. CV അനുമോദ് ഉണ്ട്. അനുമോദ്, ചെന്താമരയുടെ വധശിക്ഷ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങളടക്കം. ഇയാളെ പുറത്തിറക്കരുത് എന്ന ആവശ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴേക്കാണ് ശിക്ഷാവിധി ഉണ്ടാവുക? രഞ്ജിത്ത്, നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയുടെ ശിക്ഷ ഇന്ന് രാവിലെ വിധിക്കും. 11 മണിക്ക് കോടതി ചേരുമ്പോൾ ആദ്യ കേസായിട്ട് തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് അറിയാനാകുന്നത്. നമുക്കറിയാം, നീണ്ട പ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ പ്രായം കണക്കിലെടുത്ത് അത് നൽകരുത് എന്നൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു മനോനിലയിൽ മാറ്റം വരും എന്ന തരത്തിലാണ് നിയമസഹായ സമിതിയുടെ റിപ്പോർട്ടൊക്കെ ഉള്ളത്. അത് തള്ളിക്കളയണമെന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത്. ഈ ശിക്ഷാവിധിക്ക് മുൻപ് നീണ്ട പ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും ഇയാൾ മനപരിവർത്തനം വരാത്ത ആളാണെന്നും സമൂഹത്തിനും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തിനും വലിയ ഭീഷണിയാണെന്നും അതുകൊണ്ട് ഈ ഒരു ആസൂത്രിതമായ കൊലപാതകം അത് അപൂർവങ്ങളായി കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുൻപ് നടന്ന കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന വ്യക്തി കൂടിയാണ് ചെന്താമര. ആ ഒരു കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഈ ഇരട്ട കൊലപാതകം നടത്തിയതെന്നും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ നിലപാട് പരമാവധി ശിക്ഷ എന്ന നിലപാട് കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ 11 മണിയോടെ അറിയാനാകും. അതാണെങ്കിലും ഈ കുടുംബത്തിന്റെ ഒരാവശ്യം ഇയാൾ ഇനി പുറത്തിറങ്ങരുത്, കാരണം എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ജീവന് അപകടമുണ്ട്, ഇയാൾ പുറത്തിറങ്ങിയാലെന്നാണ് കുടുംബം, സുധാകരന്റെ കുടുംബം, മക്കൾ ഒക്കെ തന്നെ കോടതി മുമ്പാകെയും ഒക്കെ ധരിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ ഈ കോടതി കണക്കിലെടുക്കുമോ പരമാവധി ശിക്ഷ നൽകുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടെത്തേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.